ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷിബിലി ടി വ്ലോഗ്സ്. അപ്പോൾ ഇതിപ്പോൾ സമയം 8 മണിയായിട്ടുണ്ട് കേട്ടോ. രണ്ടുപേരും ഉറങ്ങാൻ. അവരെ എണീക്കുമ്പോഴേക്കും ഞാനിത് ഒറ്റയൊക്കെ അടിച്ചൊരു ക്ലീൻ ആക്കിട്ടോ. ഇന്ന് ഏതായാലും നമ്മൾ ഷിബിലി മോൻക്ക് എക്സാം തുടങ്ങാൻ കേട്ടോ. നമ്മൾ ഫിനിമോൾക്ക് ഇന്ന് എക്സാം ഇല്ല. അപ്പോൾ പിന്നെ അവനെ ഞാൻ എൻ്റെ അടിച്ചുവാരൽ കഴിഞ്ഞതിന് ശേഷം വിളിക്കാമെന്ന് വിചാരിച്ചു. പുലർച്ചയ്ക്ക് അത്താഴം കഴിച്ചതിന് ശേഷം അവൻ ഉറങ്ങിയതായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം ഒന്ന് കിടക്കട്ടെ എന്ന് ചോദിച്ചിട്ട് അവന്. അപ്പോൾ പിന്നെ എന്നാൽ അവൻ കിടന്നോട്ടെ എന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ അലക്കക്കല്ലൊക്കെ ഇല്ലേ, അതിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ കുറച്ചായിട്ട് അടിച്ചു വരിട്ട് അപ്പോൾ നല്ലോണം കച്ചറുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അടിച്ചു വരാറുള്ളൂ കേട്ടോ. നോമ്പായതുകൊണ്ട് പിന്നെ രാവിലെ പിന്നെ കൂടുതൽ പണികളൊന്നും ഇല്ലല്ലോ. രാവിലെ അടിച്ചു വരിക, തുറക്കുക, പിന്നെ അലക്കുക, ഇത്രയില്ല. നോമ്പിന് പിന്നെ പണികളുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ഷിബിലി മോൻക്ക് ഉച്ചക്കാണ് കേട്ടോ എക്സാം. അങ്ങനെ എൻ്റെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞപ്പോഴേക്കത് അവന് എണീറ്റിട്ടുണ്ട് കേട്ടോ. അവന് പറഞ്ഞു നേരത്തെ ഞാൻ എണീക്കുമെന്ന് പറഞ്ഞിട്ടാണ് കടന്നത് തന്നെ കേട്ടോ. അതുപോലെ തന്നെ അവന് എണീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്കൂളില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവന് സുബഹി നിസ്കരിച്ച് അത്താഴം കഴിച്ചാണ്ട് കടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഫാൻ ഓഫാക്കണം കേട്ടോ. അത് 12 മണി ആയാലും വേണ്ടിയില്ല, 1 മണി ആയി കഴിഞ്ഞാലും വേണ്ടിയില്ല, ഫാൻ ഓഫാക്കണം, എന്നാലേ കേട്ടോ അവനെ എണീക്കുള്ളൂ. അപ്പോൾ എന്നോട് എണീറ്റപ്പോൾ പറയുക ഞാൻ എക്സാം ആയതുകൊണ്ട് എണീറ്റതാണ് കേട്ടോ എന്ന് പറയാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫിനിമോൾ എണീറ്റിട്ടുണ്ട് കേട്ടോ. എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവനക്ക് സമയമുണ്ട് എന്നുണ്ടെങ്കിൽ അവൻ തന്നെ അവൻ്റെ റൂമും ബെഡ്ഷീറ്റും പുതപ്പൊക്കെ അവൻ തന്നെ റെഡിയാക്കും കേട്ടോ. അവനെ കൊണ്ടുള്ള മെച്ചം എന്താണെന്നറിയാം, അവന് ചെയ്യുന്ന പണി പിന്നെ വൃത്തിയിലിട്ടോ ചെയ്യുള്ളൂ. അതിനുശേഷം അവന് നേരെ ബ്രഷ് ചെയ്യാനും കുളിക്കാനൊക്കെ വേണ്ടി പോയിട്ട് അപ്പോഴേക്കും ഞാനിത് അടിച്ചോരി തുടച്ച് ഒക്കെ വൃത്തിയാക്കിയിട്ടോ. അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മൾ ഷിബിലി മോന് പഠിക്കാൻ കേട്ടോ. മറ്റുള്ളതാ കുളി കഴിഞ്ഞ് ഫോണ് കാണുന്നുണ്ട് കേട്ടോ. 2 പേർക്കും ഞാനൊരു സമയം കൊടുത്തേക്കാം കേട്ടോ ഫോണ് കാണാൻ. അതിൽ കൂടുതലായിട്ട് കൊടുക്കൂല കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവൻ്റെ ടൈം ആയപ്പോഴാണ് അവൻ സ്കൂൾക്ക് പോകാൻ റെഡിയായി. അപ്പോൾ നമ്മൾ ഫിനിമോൾക്ക് ഇന്ന് സ്കൂളില്ലല്ലോ. അപ്പോൾ അവൾക്ക് ഭയങ്കര ഒരു ആഗ്രഹം കേട്ടോ അവനെ കൊണ്ടാക്കി കൊടുക്കാൻ. അപ്പോൾ അവനെ കൊണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അവൾ പോവട്ടെ. അപ്പോൾ അവർ 2 പേര് സ്കൂൾക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് മുറ്റത്ത് നിൽക്കണമല്ലോ, അവർ പോണത് നോക്കി നിൽക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഞാനൊന്ന് ഇറങ്ങിയതാണ് കേട്ടോ. മദ്രസക്കും സ്കൂൾക്കും അവർ പോവുകയാണെന്നുണ്ടെങ്കിൽ വീട് മറിയോളം അവർ സലാം പറയും കേട്ടോ. ആദ്യം അവൾ പറയും, പിന്നെ അവന് പറയും. അങ്ങനെ സലാം കൊണ്ടൊരു തല്ലാണ് കേട്ടോ. അപ്പോൾ ആരുടേനാണോ ഞാൻ ലാസ്റ്റ് സലാം മടക്കുന്നത് അതുവരെ അവർ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. സലാം മാത്രം പോരാ, അവർ ഹക്കും കൂടി തന്നിട്ടാട്ടോ അവർ 2 പേരും പോവുക. ഞാനിന്ന് ഫസ്റ്റത്തെ ദിവസമല്ലേ, വണ്ടി ഇപ്പോൾ വരും, പോയിക്കോളി എന്ന് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. അവർ 2 പേരും സ്കൂൾക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അപ്പം എന്നോട് പറയും കേട്ടോ, ഇനി ഗേറ്റ് അടച്ചാടിയിട്ടാന്ന് പറയും കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ഒരു ഉച്ചക്ക് 3:30 ആയപ്പോഴേക്കും ഇത് നമ്മൾ പളുങ്ക് പോലുള്ള കുഞ്ഞു അടുക്കളയിലെത്തിയിട്ടോ. ഇന്ന് നോമ്പ് തുറക്കാനും പിന്നെ ഫുഡ് കഴിക്കാനൊന്നും നമ്മൾ ഷിബിലി മോനും ഇക്കയില്ല കേട്ടോ. ഇക്ക കോഴിക്കോടുള്ള നോളജ് സിറ്റി ഇല്ല, അവിടെയൊക്കെ പോയതാണ്. എല്ലാ വർഷവും ഒരു വെള്ളിയാഴ്ച അവിടെയാണ് കേട്ടോ കൂടാറ്. അവിടെ അപ്പോൾ പിന്നെ അവിടുത്തെ ദുആ മജ്‌ലിസിലൊക്കെ പങ്കെടുത്ത് പിന്നെ തറാവീഹ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം രാത്രി ഒരു 12:30 1 മണിയൊക്കെ ആവട്ടെ എത്താൻ. അപ്പോൾ പിന്നെ ഇന്ന് മെയിനായിട്ടുള്ള നമ്മളെ പള്ളിയിലെ പറക്കലില്ല, അതിന് പിന്നെ ഷിബിലി മോന് പിന്നെ അവരുടെ ഫ്രണ്ട്സുകളൊക്കെ ഏർപ്പാടാക്കി കൊടുത്തോട്ടെ ഇവിടെ ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഷിബിലി മോൻക്കുള്ള പറക്കൽ ഇവിടുത്തെ പള്ളിയിലുമായിരുന്നു. ഫിനിമോൾക്കാണെന്നുണ്ടെങ്കിൽ ഇന്ന് നോമ്പൂലിട്ടോ. അപ്പോൾ ഞാനങ്ങനെ വിചാരിക്കട്ടെ, എന്തിനാണ് അടുക്കളയൊക്കെ ഇറങ്ങണത്, എന്തിനാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ. അവരൊക്കെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വെച്ചുണ്ടാക്കിയാൽ പിന്നെ കുഴപ്പമില്ല കേട്ടോ. തിന്നാൻ ആളില്ലാതെ എന്തിനാണ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ കുറച്ച് നാരങ്ങാവെള്ളവും മുന്തിരി ഈത്തപ്പഴവും റെഡിയാക്കിയിട്ടാണ്. പിന്നെ മുളക് പൊരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരുന്നു കേട്ടോ. അത് പിന്നെ അങ്ങനെ കിട്ടിയിട്ട് അതേപോലെ അത് എടുത്ത് വെച്ചു. അവർ വീട്ടിലുള്ള ദിവസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കുന്നത് ഒരു വേറെ രസമല്ല. അത് പിന്നെ അങ്ങനെ ഫ്രിഡ്ജിൽ കൊടുത്ത് വെച്ചു. ഞാൻ ഒറ്റക്കായതുകൊണ്ട് പിന്നെ എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് ഒപ്പിച്ചാൽ മതിട്ടാ. പിന്നെ ഫിലിമോൾക്കാണെന്നുണ്ടെങ്കിൽ നോമ്പില്ലല്ലോ, അവൾക്ക് നോമ്പുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെയൊന്നും പോരട്ടെ. അപ്പോൾ പിന്നെ അവൾ പറഞ്ഞത് തന്നെ പിന്നെ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. അത് പിന്നെ ഞാൻ ഉണ്ടാക്കി കൊടുക്കും ചെയ്യും കേട്ടോ. എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് ഒറ്റക്കായിട്ട് കടി ഉണ്ടാക്കണ്ടെന്ന്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ചോറ് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ മഗ്‌രിബ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ചോറ് തിന്നാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അത് കുക്കറിൽ തന്നെ കുറച്ച് ചോറ് വെക്കുകയാണ്. അതിന് ശേഷം ഇത് പിന്നെ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഓയിൽ ഒഴിക്കുകയാണ് കേട്ടോ. മീൻ പിന്നെ സിലോപ്പി മീനായിരുന്നു കേട്ടോ. ഈ വോയിസ് വീഡിയോ ഒക്കെ റെഡിയാക്കുന്നത് രാവിലെയാണ് കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ പക്ഷികളുടെ സൗണ്ട് നല്ലോണം ഉണ്ടേ. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അങ്ങനെ മീനും ചോറൊക്കെ റെഡി ആയിട്ടാണ്. അതിന് ശേഷം ഇത് ചീരണ്ടൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതൊന്ന് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുത്തതാണ് കേട്ടോ. അതിന് ശേഷം ഇത് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്തു കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. അതിന് ശേഷം അത് നല്ലോണം ഒന്ന് തിളച്ചു കേട്ടോ. അപ്പോൾ ചോറൊന്ന് വെള്ളം വലിക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് വെച്ചു. പിന്നെ ആ തിളച്ച കഞ്ഞിവെള്ളത്തിലേക്ക് ചീരണ്ടൽ ചെറുതായി കട്ട് ചെയ്തത് അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തു.
അപ്പോഴേക്കും അതേ നമ്മൾ ചീരണ്ടലി റെഡി ആയിട്ടോ. നമ്മുടെ ഈ ഇറക്കി ഉണ്ടാക്കിയ പുറത്ത് അടുക്കളയില്ലേ, ഇവിടെ വെളിച്ചം കുറവാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സൈഡിൽ വിറക് പെരയാണല്ലോ, പിന്നെ എന്താണെന്ന് വെച്ചാൽ ഷീറ്റുമാണ്. അപ്പോൾ എപ്പോഴാണെങ്കിലും വെളിച്ചം കുറവായിരിക്കും കേട്ടോ. എപ്പോഴാണെങ്കിലും ഇവിടെ എന്തെങ്കിലും വെച്ചുണ്ടാക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ ലൈറ്റ് ഇടണം കേട്ടോ. അങ്ങനെ കേട്ടോ ഇവിടുത്തെ പണികളൊക്കെ ചെയ്യാറ്. അങ്ങനെ ഈ പണികളൊക്കെ ചെയ്ത് വന്നപ്പോഴേക്കും 5:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇനിയും സമയമുണ്ടല്ലോ നോമ്പറക്കാൻ. അപ്പോൾ പിന്നെ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി മുറ്റൊന്ന് അടിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. രാവിലെ അടിച്ചൊരു മുറ്റാണ്, എന്നാലും വെറുതെ നിൽക്കല്ലേ, അപ്പോൾ പിന്നെ ഒന്ന് അടിച്ചു തരാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുറ്റം അടിച്ചു വരുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഷിബിലി മോന് പോവാണ് കേട്ടോ പള്ളിയേക്ക്. അപ്പോൾ പിന്നെ സലാം പറയാൻ വേണ്ടിയിട്ട് വന്നതാണേ. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ തന്നെ കേട്ടോ പള്ളിക്ക് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാൻ പോകുന്നത്. കാരണം ഇപ്പം ഇല്ലാത്തതിൻ്റെ പേരിൽ അവനും ഫ്രണ്ട്സുകളൊക്കെയാണ് അല്ലാതെ ഏറ്റെടുത്തിട്ടുള്ളത്. അങ്ങനെ അവന് പോയി അതിന് കഴിച്ചത് പിന്നെ മുറ്റൊക്കെ അടിച്ച് വരി ക്ലീൻ ആയിട്ടോ. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ മരുവ് ഭാഗമൊക്കെ കൊടുത്ത് ഞങ്ങൾ നോമ്പർക്കലൊക്കെ കഴിഞ്ഞു. അതിന് ശേഷം നമ്മൾ ഷിബിലി മോന് വരികയാണ് കേട്ടോ. അവൻ്റെ നോമ്പർക്കലൊക്കെ കഴിഞ്ഞിട്ട് പള്ളിക്കുന്ന്. അപ്പോൾ അവന് വരുമ്പോൾ കുറച്ച് മന്തി കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫിലിമോട് പറയണം നമ്മൾ കഴിക്കും വെച്ച് പറയണം കേട്ടോ. അങ്ങനെ ഞാൻ ചീരൻ്റെലും വെറുചോറൊക്കെ കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ മന്തി കണ്ടപ്പോൾ പിന്നെ അവളെ കൂടെ തന്നെ ഞാനും ഇരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഉണ്ടാക്കിയത് പിന്നെ കഴിച്ചൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ രണ്ടുപേരും കൂടി അതായത് പിന്നെ കഴിച്ചു. അപ്പോൾ ഇതൊക്കെ ആയിട്ട് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.